السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു മുസ്ലിമിൻ്റെ ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ രാവിലെ അതല്ലെങ്കിൽ രാത്രിയിൽ ഫജറിന്റെ മുമ്പ് അവൻ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ വളരെ അനിവാര്യമായും അവൻ പാലിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ പറഞ്ഞവസാനിപ്പിച്ചത്. രാത്രിയിലുള്ള ആ എഴുന്നേൽപ്പിൽ നാം നിർവഹിക്കുന്ന ദിക്റുകളും ദുആകളും നമ്മുടെ ഒരു പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ സർവശക്തനായ അല്ലാഹുവിൻ്റെ ഏകത്വത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണെന്നും ആ പ്രഖ്യാപനത്തിന് വിരുദ്ധമായതൊന്നും ജീവിതത്തിൽ കടന്നു വരാതിരിക്കുവാനുള്ള കൃത്യമായ അവബോധമാണ് ആ ദിക്റുകളിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ അങ്ങനെ ഉണർന്നാൽ അവിടുന്ന് നിർവഹിക്കാറുണ്ടായിരുന്ന ചില ദിക്റുകൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. അതിന് പുറമെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ പതിവായിരുന്നു ഒരിക്കൽ ആ രംഗം നേരിട്ട് കാണുവാൻ അവസരം ലഭിച്ച മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അത് കൃത്യമായി തന്നെ നമുക്ക് അറിയിച്ചു തന്നിട്ടുമുണ്ട്. പ്രവാചകനോടൊപ്പം ഉറങ്ങാൻ കിടന്ന അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രിയിൽ ചെയ്ത കാര്യം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, ഇസ്തൈഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. ഫജലസ യംസഹു നൗമ മിൻ വജ്ഹിഹി ബിയദിഹി. പ്രവാചകൻ ഉണർന്നെഴുന്നേറ്റ് അവിടുത്തെ മുഖത്ത് നിന്ന് തന്റെ കൈ കൊണ്ട് ഉറക്കിനെ തുടച്ചു നീക്കിക്കൊണ്ടിരുന്നു. അഥവാ ഉറക്കച്ചടവ് ഇല്ലാതാക്കുവാൻ വേണ്ടി, ഉറക്ക് പോകുവാൻ വേണ്ടി അവിടുന്ന് മുഖം തടവി എന്നർത്ഥം. ثم قرأ العشر الآيات الخواتم من سورة آل عمران. ശേഷം
അവിടുന്ന് ആലു ഇമ്രാൻ സൂറത്തിലെ അവസാനത്തെ വചനങ്ങൾ 10 ആയത്തുകളോളം അവിടുന്ന് ഓതുകയുണ്ടായി, പാരായണം ചെയ്യുകയുണ്ടായി എന്ന് സഹീഹുൽ ബുഖാരിയിലും അതുപോലെ തന്നെ മുസ്ലിമിലും ധാരാളക്കണക്കിന് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. മുസ്ലിമിന്റെ ഒരു ദിവസമാണ് നമ്മുടെ വിഷയം. ഇന്ന് സമൂഹത്തിൽ നിന്ന് എടുത്തുപോയിക്കൊണ്ടിരിക്കുന്ന, സമൂഹം പലരും അറിയാതെ പോയ, അറിഞ്ഞവർ തന്നെയും ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഉദാസീനരാകുന്ന ഒരു പ്രധാനപ്പെട്ട സുന്നത്തിനെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നെഴുന്നേറ്റ് അവിടുത്തെ കൈകൊണ്ട് മുഖത്തു നിന്ന് ആ ഉറക്കച്ചടവ് നീക്കുകയാണ് ഇരുന്നു കൊണ്ട്. ഇസ്തൈഖള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജലസ, എഴുന്നേറ്റിരുന്ന് യംസഹു നൗമ മിൻ വജ്ഹിഹി ബിയദിഹി, തന്റെ കൈകൊണ്ട് മുഖത്തു നിന്ന് ഉറക്കച്ചടവ് നീക്കിക്കളയുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് പോലും അതിലൊരു തഅബ്ബുദിയായ, നമുക്ക് പുണ്യം കിട്ടുന്ന ഒരു വശമുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. സാധാരണ നമ്മൾ കണ്ണു തിരുമാറുണ്ട്. ആ ഉറക്കച്ചടവ് നീക്കാൻ വേണ്ടിയുള്ള കൈകൊണ്ടുള്ള തടവൽ പോലും നമുക്ക് പുണ്യകർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അതിന്റെ ശേഷം ഉളുവൊക്കെ എടുക്കുന്നതിന്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലു ഇമ്രാൻ സൂറത്തിലെ അവസാനത്തെ 10 ആയത്തുകൾ പാരായണം ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. അവിടുന്ന് അങ്ങോട്ട് പിന്നെയും ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉദീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ എന്ന് തുടങ്ങി ആ സൂറത്തിന്റെ അവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിട്ടുണ്ട്. ഇതോരോന്നും വിശദീകരിക്കുവാൻ നമുക്ക് സമയമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ ആയത്തുകളിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ അതാ നമ്മുടെ ആ ദിവസത്തെ പ്രഭാതത്തിൽ അത് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ മനസ്സിന് വല്ലാത്തൊരാശ്വാസത്തിലൂടെയാണ് നമ്മുടെ ഒരു ദിനം ആരംഭിക്കുന്നത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ആരാണവർ? ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറയുന്നത് ആരാണ്? അവര് നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അള്ളാഹുവിനെ ഓർക്കേണ്ട നിലക്ക് ഓർക്കുന്നവരാണ്. അങ്ങനെ പടച്ച തമ്പുരാനെ കുറിച്ച്, റബ്ബിനെ കുറിച്ച് ഓർക്കുകയും നിരന്തരമായി അള്ളാഹുവിന്റെ കഴിവുകളും മഹത്വങ്ങളുമൊക്കെ അവരുടെ ചിന്തയിൽ വരുന്നു എന്നാണ് അല്ലാഹു തആല ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ശരിക്കും ചിന്തയുള്ള മുഅ്മിനിന് പാഠമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം രാപ്പകലുകൾ മാറി മാറി വരുന്നത് നമുക്കൊരു ചിന്തയല്ല. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നമ്മുടെ ചിന്തയിൽ വിഷയമാകാറില്ല. എന്നാൽ അല്ലാഹു തആല പറയുന്നത്, ബുദ്ധിയുള്ള മനുഷ്യന്മാര് ഓരോ ദിവസവും അവർ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിനെ കുറിച്ച്, കേൾക്കുന്നതിനെ കുറിച്ച് അവര് നന്നായി ആലോചിക്കുന്നവരാണ്. രാപ്പകലുകളുടെ വ്യത്യാസം അവരുടെ ചിന്തക്ക് വിഷയീഭവിക്കുന്നുണ്ട്. അങ്ങനെ അവർ നിരന്തരമായി അള്ളാഹുവിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും എവിടെയൊക്കെ അള്ളാഹുവിനെ എപ്പോഴൊക്കെ ഓർക്കേണ്ടതുണ്ടോ ആ ഓർക്കേണ്ടിടങ്ങളിലെല്ലാം റബ്ബിനെ കുറിച്ച് അവർ ഓർക്കുന്നവരാണ്. അങ്ങനെ അവരുടെ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും അല്ലദീന യദ്കുറൂനല്ലാഹ
ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും എന്ന് പറഞ്ഞ സദാസമയം അതിൽ വന്നു. ഒരു മനുഷ്യൻ ഒന്നുകിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കിടക്കുകയാണ്. മൂന്നും അല്ലാഹു ആയത്തിലൂടെ പറഞ്ഞു. യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. ആ ഓർമ്മ അവരുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. രാവിലെ നമ്മെ കൊണ്ടിത് പറയിപ്പിക്കുകയാണ്. എന്റെ ഒരു ദിനം തുടങ്ങുന്നു. ആ തുടക്കത്തിൽ എനിക്ക് വരാൻ പോകുന്ന എന്റെ പകലുകളിൽ, എന്റെ സമയങ്ങളിൽ എന്റെ റബ്ബിന് വിരുദ്ധമായതൊന്നും എന്നിൽ നിന്ന് വന്നുകൂടാ, കണ്ടുകൂടാ, കേട്ടുകൂടാ, പറഞ്ഞുകൂടാ, ചെയ്തുകൂടാ, പങ്കെടുത്തുകൂടാ, നടന്നു പോയിക്കൂടാ. ഇങ്ങനെ എല്ലാ കാര്യത്തെപ്പറ്റിയും അവരെല്ലാ സമയവും അള്ളാനെ ഓർക്കേണ്ട നിലക്ക് ഓർക്കുന്നവരാണ്. അങ്ങനെ അവരുടെ ഓരോ കാര്യങ്ങളിലും അവർക്ക് നല്ല ചിന്തയുണ്ട്. പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർക്ക് ചിന്തയുണ്ട്. അങ്ങനെ അവർ ചിന്തിച്ച് ഈ ലോകത്തെപ്പറ്റി, പ്രപഞ്ചത്തെപ്പറ്റി, ഇവിടെയുള്ള സൃഷ്ടികളെക്കുറിച്ച്, സൃഷ്ടിപ്പിനെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്, ജന്തുക്കളെക്കുറിച്ച്, അങ്ങനെ ഇവിടെയുള്ള ഓരോന്നിനെക്കുറിച്ചും ചിന്തിച്ച് പഠിച്ച് ഗവേഷണം നടത്തി കൂടുതൽ അറിയുന്തോറും നമ്മളൊക്കെ വിചാരിച്ചതുപോലെ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ്, ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് മനുഷ്യനെ നിരീശ്വരവാദിയാക്കുമെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. പലരും അങ്ങനെയാണ്, സമൂഹത്തിൽ അങ്ങനെയാണ് നമ്മൾ പലരെയും കാണുന്നത്. കുറച്ച് വിദ്യാഭ്യാസം നേടിയാൽ പിന്നെ അവന് ഇസ്ലാമില്ല, പടച്ചവനെ കുറിച്ച് ചിന്തയില്ല, പരലോകബോധമില്ല. നമ്മൾ മനസ്സിലാക്കും വലിയ ബുദ്ധിജീവിയാവുമ്പോ പിന്നെ നിരീശ്വരവാദിയാകാറാ പതിവ്. അതെന്തുകൊണ്ടാ? അവൻ മനസ്സിലാക്കേണ്ടത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിറകുടം തുളുമ്പില്ല എന്നൊരു ചൊല്ലുണ്ട്. നിറകുടം തുളുമ്പില്ല. അല്പജ്ഞാനിയാണ് അഹങ്കരിക്കുക. അതുകൊണ്ട് ശാസ്ത്രത്തെക്കുറിച്ച്, ആകാശലോകത്തെക്കുറിച്ച്, ഗോളങ്ങളെക്കുറിച്ച്, സസ്യലതാദികളെക്കുറിച്ച്, സമുദ്രശാസ്ത്രത്തെക്കുറിച്ച്, ഖഗോള ശാസ്ത്രത്തെക്കുറിച്ച് ഏതെല്ലാം അറിവുകൾ മനുഷ്യൻ നേടുന്നുണ്ടോ, മനുഷ്യന്റെ ബോഡി ശാസ്ത്രത്തെക്കുറിച്ച് ഏതൊക്കെ അറിവുകൾ മനുഷ്യൻ നേടുന്നുണ്ടോ, എല്ലാത്തിലൂടെയും മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്? അവൻ മനസ്സിലാക്കുന്നു, അവൻ ഗ്രഹിക്കുന്നു, അവന്റെ ചിന്ത എവിടെ എത്തുന്നു? ഇതിന്റെ ഒന്നും പിന്നിൽ ആരുമില്ല എന്നല്ല, ഇവയുടെയൊന്നും പിന്നിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്നല്ല. ലോകത്തെക്കുറിച്ചൊരു വിശ്വാസി പഠിക്കുമ്പോൾ അവന്റെ മനസ്സിൽ അവൻ പറയുന്നത് എന്താണ്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല. അപ്പോ കൃത്യമായി ലോകത്തെക്കുറിച്ച്, ഇവിടെയുള്ള വസ്തുക്കളെക്കുറിച്ച്, ചരാചരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും മനുഷ്യൻ കൂടുതൽ ആരാവുക ചെയ്യുക? വിശ്വാസിയാവുകയാണ് ചെയ്യുക. കാരണം അവൻ അതിലൂടെ കണ്ടെത്തും ഒരു മുട്ടുസൂചി പോലും ആരെങ്കിലും വന്നുകൊണ്ട് പറയുകയാണ് ഈ മുട്ടുസൂചി തനിയെ ഉണ്ടായതാണ് എന്റെ മേശപ്പുറത്ത് എന്നാരെങ്കിലും പറഞ്ഞാൽ നാം അവനോട് ചോദിക്കും, നിനക്ക് തലക്ക് സുഖമില്ലേ? ഇയാൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അങ്ങനത്തെ ബുദ്ധിജീവിയാണ് പറയുന്നത്. ആകാശഭൂമികൾ അടങ്ങുന്ന ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ പടച്ചവനില്ല, സ്വയംഭൂവാണ്, ഉണ്ടായതാണ്, ആരും അതിനെ പടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിരീശ്വര നിർമ്മത വാദിയായി മാറുന്നവൻ ശരിക്കും അറിവ് നേടിയവനല്ല. മറിച്ച് അറിവ് നേടിയവൻ എന്താണ് പറയുക? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്, നീ മഹാപരിശുദ്ധൻ. ഫഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളേണമേ. ഇതാണ് അറിവുള്ള മനുഷ്യൻ പറയുക. അള്ളാഹിനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ നന്നായി പഠിക്കുന്തോറും അവൻ അള്ളാഹുവിലുള്ള വിശ്വാസം, വിനയം കൂടും. എന്നിട്ട് അവൻ പറയും, പടച്ച റബ്ബേ, നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേന്ന്. എന്താ കാരണം? ഈ പ്രപഞ്ചത്തിലുള്ള ഇത്രയും സൗകര്യങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ഇതിനു മാത്രം നിന്നോട് ശുക്ർ ചെയ്യുന്ന ഒരു പ്രകൃതം ഞങ്ങളിലില്ല. നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. അല്ലാഹുവേ,
നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളേണമേ എന്നാണ് ആ സത്യവിശ്വാസി പ്രാർത്ഥിക്കുക. എന്നിട്ടവൻ പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക മൻ തുദ്ഖിലിന്നാറ, ഏത് നരകത്തിയിൽ നിന്നാ ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നത്? നീ ആരെങ്കിലും നരകത്തിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിന്നാർ ഫഖദ് അഖ്സൈതഹു, നീ അവനെ അപമാനിച്ചിരിക്കുന്നു. വമാ ലിൽസാലിമീന മിൻ അൻസാർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായികളുമില്ലല്ലോ. എന്നിട്ടവൻ പിന്നെയും പറയുന്നു, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ സമിഅനാ മുനാദിയൻ, ഒരു വിളിക്കുന്നയാളുടെ വിളി ഞങ്ങൾ കേട്ടു റബ്ബേ, യുനാദീ ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കൂ എന്ന് ഞങ്ങളെ വിളിച്ച ഒരു വിളിയാളം ഞങ്ങൾ കേട്ടു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രബോധനം, അവിടുത്തെ ക്ഷണം ഞങ്ങൾ കേട്ടു. ഫആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദീ ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ മൂടിവെക്കണം, നീ അത് പുറത്തു തരണം അല്ലാഹ്. വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ കൂടെയായി കൊണ്ട് നീ ഞങ്ങളെ മരിപ്പിക്കുകയും വേണം. ഇതൊക്കെ രാവിലെ പറയേണ്ടതാ. സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്ക്, ഇന്ന് വരെ ഞാനും നിങ്ങളും ഇത് പറഞ്ഞോന്ന് ആലോചിക്കണം. മഹാനായ നമ്മുടെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റ് മുഖത്ത് നിന്ന് ഉറക്കച്ചടവ് നീക്കിയിട്ട് പറഞ്ഞ ആയത്തുകളാണ്. വീണ്ടും പറയുന്നു, റബ്ബനാ, അതേ, ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദീ ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ചുരുക്കി പറയട്ടെ, അല്ലാഹുവേ, നീ പരലോകത്ത് നീ ഞങ്ങളെ അപമാനിക്കരുതേ, ജനകോടികൾ ഒരുമിച്ച് കൂടുന്നിടത്ത് നീ ഞങ്ങളെ അപമാനത്തിലാക്കരുതേ. നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ കരാറ് ഒരിക്കലും ലംഘിക്കുന്നവനല്ലല്ലോ. ഇതിങ്ങനെ ഈ പ്രാർത്ഥന പറഞ്ഞ ആളുകളെ കുറിച്ച് ഉടനെ അല്ലാഹ് പറയുന്നുണ്ട്, ഫസ്തജാബ ലഹും റബ്ബുഹും, അവരുടെ രക്ഷിതാവ് അവർക്ക് ഉത്തരം കൊടുത്തു. അതേ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, നിങ്ങളാണായാലും പെണ്ണായാലും നിങ്ങൾ ചെയ്ത ഒരമലും ഞാൻ പാഴാക്കി കളയുന്നതല്ല. അതേ, നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി ഞാൻ സ്വർഗം തരും. എന്നിട്ട് വീണ്ടും ആയത്തുകളിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതേ വിശ്വാസികളെ, അവിശ്വാസികളായ ആളുകൾ അവരതാ അവരുടെ ധിക്കാരവും തെമ്മാടിത്തവും തോന്നിവാസവും കൊണ്ട് ജീവിക്കുമ്പോഴും ദുന്യാവിൽ അവർക്കതാ നല്ല റേഞ്ച് കിട്ടുന്നുണ്ടല്ലോ, അവർക്കതാ ഭൂമിയിൽ വല്ലാത്ത സൗകര്യം കിട്ടുന്നുണ്ടല്ലോ. അതൊന്നും കണ്ടുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാവരുത്. അല്ലാഹ് അവരെ പരീക്ഷിക്കാണ്. അവിശ്വാസികളായ ആളുകൾക്ക് ദുന്യാവിൽ വലിയ സുഖവും സൗകര്യവും അവരുടെ എല്ലാ കാര്യത്തിനുമുള്ള പടയോട്ടങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളതിൽ വഞ്ചിതരാവരുത്. താൽക്കാലികമായ സുഖം മാത്രമേ അവർക്കുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ അവരൊക്കെ അള്ളാഹുവിന്റെ കൃത്യമായ അദാബിലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്ന് തുടങ്ങിയ കുറെ കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ ഈ അവസാന ഭാഗങ്ങളിലൂടെ അല്ലാഹു തആല ഉണർത്തുന്നത്. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. ആല ഇംറാൻ സൂറത്തിന്റെ ഈ അവസാന ഭാഗം നാം രാത്രിയിൽ എഴുന്നേറ്റ്, അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാരായണം ചെയ്തതുപോലെ നാം പാരായണം ചെയ്യൽ നമുക്ക് സുന്നത്തുണ്ട്. അത് നമ്മൾ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, വിനഷ്ടമായി കൊണ്ടിരിക്കുന്ന, സമൂഹം അവഗണിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആചാരങ്ങളിൽ അഥവാ സുന്നത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണിത്. അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന നല്ല നല്ല ആചാരങ്ങളെ വീണ്ടും പൊടിതട്ടി സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഹയാത്താക്കുന്നവർക്ക് വലിയ പുണ്യം ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോൾ
മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയം തന്നെ നമുക്ക് പ്രവർത്തിക്കാനുള്ളത് മാത്രാ പറയുന്നത്. വെറുതെ ക്ലാസ് കേട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കേട്ട് പോകാനുള്ളതല്ല. ഇത് നമുക്ക് പ്രവർത്തിക്കാനുള്ളതാണ്. നാം പ്രവർത്തിച്ചു തുടങ്ങണം. അതേ, ഓരോ ദിവസവും നമ്മുടെ ഒരു ദിവസം എങ്ങനെ ആയിരിക്കണം, അത് അതിന്റെ രൂപത്തിൽ തന്നെ ആയിരിക്കാൻ വേണ്ടി നമ്മുടെ പ്രവൃത്തിപഥത്തിൽ ഇത് വരാൻ വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നെഴുന്നേറ്റ് അവിടുന്നതാ ഈ ആയത്തുകൾ പാരായണം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടർന്നുകൊണ്ട് ഇത് നമ്മളങ്ങനെ എവിടേക്കാ പിന്നെ പോകുക? പിന്നെ നമ്മൾ പോവുക ബാത്റൂമിലേക്കാണ്, വിസർജന സ്ഥലത്തേക്കാണ് നമുക്ക് പ്രവേശിക്കേണ്ടത്. നമ്മുടെ ദിനചര്യകൾ നിർവഹിക്കണം. അതുപോലെ തന്നെ രണ്ടു കാര്യങ്ങളും ഒരുപോലെ തന്നെ ഇന്ന് നമുക്ക് ചെയ്യാനെന്ന് സംവിധാനിക്കപ്പെട്ടിട്ടുള്ള വുളൂ ചെയ്യാനുമുള്ള സംവിധാനങ്ങളും ഒക്കെ ഇന്ന് ടോയ്ലറ്റുകളിൽ തന്നെയാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബാത്റൂമിലേക്ക് അതല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇടതുകാല് വെച്ച് കയറുകയും എന്നിട്ട് എന്ത് പറയണം? ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ നാമത്തിൽ നമ്മൾ അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിനൽ ഖുബൂസി വൽ ഖബായിസി, എല്ലാ ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ആൺ പെൺ പിശാചുക്കളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടത്. നമുക്കറിയാം, വിസർജന സ്ഥലം ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ശർറുകളിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഈ ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പല ആളുകൾക്കും ഇന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ആൺപിശാചുക്കളും പെൺപിശാചുക്കളും എന്നൊക്കെ പറഞ്ഞ് അർത്ഥം പറയുമ്പോ പലരും കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും മുമ്പ് കളിയാക്കിയിട്ടുണ്ട്. എന്താ വിസർജന സ്ഥലം കക്കൂസ് എന്നൊക്കെ പറഞ്ഞ അതിങ്ങനെ ആൺപിശാച്ചിന്റെയും പെൺപിശാച്ചിന്റെയും മധുവിധി നടക്കുന്ന മണിയറയാണോ? അവിടെ അതൊന്നുമല്ല അർത്ഥം. കാരണം അവിടെ ശൈത്താനുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തിന് അംഗീകരിക്കാൻ ബുദ്ധി സമ്മതിക്കാത്ത ചില ആളുകളുണ്ട്. അവരതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. വേറെ വ്യാഖ്യാനങ്ങളാ നൽകിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരതിന് കൊടുത്ത അർത്ഥവും വ്യാഖ്യാനവും നിങ്ങൾ കേട്ടോളൂ. അതെ, സഹീഹുൽ ബുഖാരിക്ക് ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട് ഒരു സുല്ലമി. അദ്ദേഹം ഈ ഹദീസിന് അദ്ദേഹം നൽകിയ അർത്ഥവും വ്യാഖ്യാനവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹദീസുകൾക്ക് അവരവർക്ക് തോന്നിയ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകി പലതും ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന നിലക്ക് മാറ്റിവെച്ചുകൊണ്ട് പല പുതിയ വാദങ്ങളും സമൂഹത്തിലേക്ക് പലരും കൊണ്ടുവരുന്നതിന്റെ സാമ്പിളാണിത്. അദ്ദേഹം എഴുതുന്നു, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുവേ, എല്ലാത്തരം ആൺ പെൺ മലിന വസ്തുക്കളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം പ്രാപിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആൺപിശാച്ച് പെൺപിശാച്ച് എന്ന് മൂപ്പർക്ക് അർത്ഥം കൊടുക്കാൻ ബുദ്ധി സമ്മതിക്കുന്നില്ല. അതിപ്പോ എങ്ങനെ? ബാത്റൂം എന്നാണ് ശൈത്താന്റെ മണിയറേ, അവിടെ പാണും പെണ്ണും ഇങ്ങനെ അവിടെ ഇങ്ങനെ കൂടിയിരിക്കുക. അതൊന്നും അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിക്ക് യോജിക്കൂല. അതുകൊണ്ട് ആൺ പെൺ മലിന വസ്തുക്കൾ എന്താ ഒരു സാധനം? അപ്പൊ മനസ്സിലായില്ലെങ്കിൽ മൂപ്പര് വ്യാഖ്യാനം, അടിക്കുറിപ്പ് വ്യാഖ്യാനം കൊടുക്കണേ. പെൺവർഗത്തിൽപ്പെട്ട കൊതുകാണ് മിക്ക രോഗങ്ങളും പകർത്തുന്നത്. മലമൂത്ര വിസർജന സ്ഥലത്ത് ഇത്തരം ജീവികളും മലിന വസ്തുക്കളും ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇപ്രകാരം അള്ളാഹുവോട് രക്ഷ തേടുക. കണ്ടോ? അപ്പൊ അള്ളാഹിനോട് രക്ഷ തേടുന്നത് എന്തെന്നാ? ആൺകൊതുകിൽ നിന്ന്, പെൺകൊതുകിൽ നിന്ന്, അതുപോലെ തന്നെയുള്ള ജീവികൾ, ഇത്തരം ജീവികൾ മലിന വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ ഇദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് ഒരു കൊതുവൊന്നുമില്ലാത്ത, വളരെ കൃത്യമായി കൊതു പ്രൂഫായ, ആ നിലക്ക് എല്ലാം കൃത്യമായി, വളരെ ഒരു മാലിന്യമില്ലാത്ത, വളരെ ക്ലീനായ
ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒക്കെയുള്ള ബാത്റൂമിൽ കയറുമ്പോൾ ഇത് പറയേണ്ട കാര്യമില്ല. കാരണം അവിടെ അതൊന്നും ഇല്ലല്ലോ. ഇവിടെ സഹോദരന്മാരെ, എന്തിനാണ് ഇങ്ങനെ വ്യാഖ്യാനിച്ചൊപ്പിക്കുന്നത്? പലർക്കും ശൈത്താൻ എന്ന് പറയുമ്പോഴേക്ക് വലിയ ബേജാറാണ്, ജിന്ന് എന്ന് പറയുമ്പോഴേക്ക് വലിയ ബേജാറാണ്. എന്തിനാ അങ്ങനെ ബേജാറാകുന്നത്? പരിശുദ്ധ ഖുർആനിലുള്ളത് പറയുന്നതിന് എന്തിന് ബേജാറാകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഉള്ളേ എന്ന് പറയുന്നതിന് എന്തിന് ബേജാറാകണം? അതിനാളുകൾ പരിഹസിക്കുന്നു എന്നതിന്റെ പേരിൽ എന്തിന് വക്രീകരിക്കണം? ആര് പരിഹസിച്ചോട്ടെ, ഉള്ളത് പറയാൻ ആരെ ഭയപ്പെടണം? അതുകൊണ്ട് ഇത്തരത്തിൽ ആ രൂപത്തിൽ ഇതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ആളുകൾ എഴുതിവിട്ടതാണ് നിങ്ങൾ കേട്ടത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആൺപിശാച്ചും പെൺപിശാച്ചും എന്നൊരു ചിലർ നൽകിയ വ്യാഖ്യാനം മാത്രമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. ആയിക്കോട്ടെ, ആ വ്യാഖ്യാനം ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അപ്പൊ കൊതുകാണ്, അല്ലെങ്കിൽ ഫംഗസ് ആണ്, അല്ലെങ്കിൽ ബാക്ടീരിയയാണ് എന്നൊക്കെ ശൈത്താനിനെയും ജിന്നിനെയും കുറിച്ച് പലയിടത്തും ആ നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ നൽകി തൃപ്തിപ്പെട്ട ആളുകളുണ്ട്. സഹോദരന്മാരെ, അതൊരു ശരിയായ രീതിയല്ല. അതുപോലെ തന്നെ അല്ലാഹുവേ, മാലിന്യങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് പഠിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങളും ഉണ്ട്. അതൊക്കെ എങ്ങനെ കടന്നുകൂടി എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളെ എങ്ങനെയാണോ സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയതെങ്കിൽ അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കുകയാണ് സലഫി മൻഹജ്, അതല്ലെങ്കിൽ മൻഹജു സലഫ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം. ഖുർആനിനും ഹദീസിനുമൊക്കെ ആ ഖുർആനും ഹദീസും ആദ്യമായി കേൾക്കാൻ അവസരം കിട്ടിയ മഹാന്മാരായ സ്വഹാബാ കിറാം എങ്ങനെയാണോ മനസ്സിലാക്കിയതെങ്കിൽ അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന വ്യാഖ്യാനിക്കുന്ന രീതിക്കാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വിട്ടതാണെന്ന് പലരും പഴച്ചു പോകാൻ കാരണം ഖുർആൻ ആയത്തോതിയിട്ട് അവനവന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പലതും അവര് തള്ളി. ആയത്തില്ല എന്ന് പറയാനാവില്ല, അതുകൊണ്ട് ആയത്തിന് ദുർവ്യാഖ്യാനം ചമച്ചു തൃപ്തിപ്പെട്ടു. അല്ലാഹു കൃത്യമായി അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ച മുഅ്ജിസത്തുകളെ പോലും പലർക്കും അംഗീകരിക്കാൻ സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ പറഞ്ഞതിനെ അതേ ആ രൂപത്തിൽ മുൻഗാമികൾ എങ്ങനെ പഠിച്ചുവോ അങ്ങനെ ഉൾക്കൊള്ളാൻ പലർക്കും സാധിച്ചില്ല. അങ്ങനെ പിൽക്കാലത്ത് പലരും ആയത്തുകൾക്കും ഹദീസുകൾക്കും സ്വയം കൃത വ്യാഖ്യാനങ്ങൾ നൽകിയപ്പോൾ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും ചേരിതിരിവുകളും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചേരിതിരിവുകളും അതുപോലെയുള്ള വിഭിന്നമായ ഭിന്നതകളും ഇല്ലാതിരിക്കാൻ വേണ്ടത് ഖുർആനിനെയും ഹദീസിനെയും അഥവാ പ്രമാണങ്ങളെ സച്ചരിതരായ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതേപോലെ മനസ്സിലാക്കുന്ന വിനയാന്വിതമായ മനസ്ഥിതിയിലേക്ക് നീങ്ങലാണ് ഏറ്റവും വലിയ രക്ഷാകവചം എന്ന് സാന്ദർഭികമായി ഞാൻ എന്നോടും എന്റെ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു പ്രാർത്ഥന അത് അതിൻ്റെതായ കൃത്യമായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ പറയണം. പിന്നെ അവിടെ നിന്ന് പുറത്തു കിടക്കുമ്പോ ഗുഫ്രാനക് ഗുഫ്രാനക്, അല്ലാഹുവേ നിന്റെ പാപമോചനം ഞാൻ അർത്ഥിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ടാണ് അവിടെ നിന്നും പുറത്തേക്ക് കിടക്കേണ്ടത്. ഇനി നമ്മുടേതായ വിസർജനമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ നാം ഉളു എടുക്കാൻ ആരംഭിക്കും. ഉളുവാണല്ലോ നമ്മൾ ഒരു ദിവസം ആരംഭിക്കാം. നിസ്കരിക്കണമെങ്കിൽ ഉളു എടുക്കണമല്ലോ. ആ സമയത്ത് ചില മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രാത്രിയിൽ ഇദസ്തൈഖള അഹദുകും മിൻ നൗമിഹി, നിങ്ങളിൽ ഒരാൾ അവന്റെ ഉറക്കിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റാൽ ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാഇ ഹത്താ യഗ്സിലഹാ സലാസൻ ഫഇന്നഹു ലാ യദ്രി ഐന ബാതത് യദഹു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ധാരാളം മുഹദ്ദിസീങ്ങൾ ഇത് അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ഇദസ്തൈഖള അഹദുകും മിൻ നൗമിഹി, നിങ്ങളിൽ ഒരാള് തന്റെ ഉറക്കിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റാൽ ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാഇ, ശുദ്ധജലമുള്ള വെള്ളപാത്രത്തിൽ അവൻ കൈമുക്കരുത്, അവന്റെ കൈയിടരുത്. വെള്ളപാത്രം ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, നല്ല വെള്ളമാണ്, അങ്ങനെ ഏതെങ്കിലും വെള്ളപാത്രത്തിലേക്ക് അവന്റെ കൈയിടരുത്. ഹത്താ യഗ്സിലഹാ സലാസ, 3 തവണ അവൻ പുറത്തേക്ക് കൈ ശരിക്ക് നന്നായി കഴുകി വൃത്തിയാക്കണം.
ഫഇന്നഹു കാരണം അവൻ ലാ യദ്രി അവൻ അറിയില്ല ഐന ബാതത് യദുഹു രാത്രിയിൽ അവന്റെ കൈ എവിടെയാണ് താമസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്ലാം വൃത്തിയുടെ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധിയുടെ മതമാണ് ഇസ്ലാം. സുബ്ഹാനല്ലാഹ്, ഈ വചനത്തിലൊക്കെ എന്തെല്ലാം ഹിക്മത്തുകൾ, എന്തെല്ലാം തത്വങ്ങൾ ഉൾക്കൊണ്ടു എന്നത് നമുക്കറിയില്ല. നാം അറിയുന്നതും അറിയാത്തതുമായ കാരണങ്ങൾ ഉണ്ടായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉണർന്നെഴുന്നേൽക്കുമ്പോ നിങ്ങൾ കൈ 3 പ്രാവശ്യം കൃത്യമായി കഴുകണം എന്നാണ്. എന്താ കാരണം പറഞ്ഞത്? അവന്റെ കൈ എവിടെയാണ് രാത്രി തങ്ങിയത്, താമസിച്ചത് എന്നറിയില്ല. പലരും ഇതിനെ പരിഹസിച്ചിട്ടുണ്ട്. സഹീഹായി വന്ന ഈ ഹദീസിനെ ചിലരും നിഷേധിച്ചിട്ടുണ്ട്. അവര് കളിയാക്കി, എന്ത് ഹദീസാണിത്, എന്ത് ഹദീസാണിത്? കാരണം എന്താ ഇതിൽ ഇത്ര പറയുള്ളത്? ഫഇന്നഹു ലാ യദ്രി ഐന ബാതത് യദുഹു, അവന്റെ കൈ എവിടെയാ രാത്രി താമസിച്ചത് എന്നറിയില്ല. ബോഡി എവിടെയാ താമസിച്ചത്, അവിടെ കൈയുണ്ടാവില്ലേ, പിന്നെ കൈ എവിടെയാ താമസിച്ചത് ഇത്ര പറയാറുള്ളത് എന്ന് പറഞ്ഞു പരിഹസിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, അതും വലിയ രൂപത്തിലുള്ള അബദ്ധമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ ഇതിന്റെ ഹിക്മത്ത്, കാരണമൊന്നും നമുക്കറിയില്ല. സൗണ്ട് പോയിട്ടുണ്ട്. എന്താ ഇതിന്റെ ഹിക്മത്ത്, അതിന്റെ കാരണം എന്നൊന്നും നമുക്കറിയാൻ സാധ്യമല്ല. മറിച്ച് എന്താണ് ഇവിടെ, ഏത് നിലക്കുള്ള മാലിന്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ കൈകളിൽ ഉണ്ടാവാം. കൈ പലയിടത്തും നടന്നിരിക്കാം, പലയിടത്തും ചൊറിഞ്ഞു മാന്തിയിരിക്കാം, പലതും അവന്റെ നഖങ്ങളിലും കൈകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാം. അങ്ങനെ അതിലൂടെ ഉണ്ടാകാവുന്ന ഒട്ടേറെ നമുക്കറിയുന്നതും അറിയാത്തതുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിതാ അതൊരു മാതൃകയായി പറഞ്ഞു തന്നു. അങ്ങനെ 3 തവണ കൈ കഴുകണം, വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം എന്ന്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ഇദസ്തൈഖദ അഹദുക്കും മിൻ മനാമിഹി ഫതവല്ലഅ ഫല്യസ്തൻസിർ സലാസ ഫഇന്ന ശൈത്താന യബീതു വലാ ഖൈശൂമിഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദസ്തൈഖദ അഹദുക്കും മിൻ മനാമിഹി, ആരെങ്കിലും തന്റെ ഉറക്കിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റാൽ, അവൻ വുളൂ ചെയ്യുമ്പോ പ്രത്യേകമായി ഉറക്കിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റവന് പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം കൂടെ പഠിപ്പിക്കാണ്. ഫല്യസ്തൻസിർ സലാസൻ, അവൻ 3 തവണ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റട്ടെ. ഫഇന്ന ശൈത്താന, നിശ്ചയമായും പിശാച്, യബീതു വലാ ഖൈശൂമിഹി, അവന്റെ നാസാരന്ധ്രങ്ങളിൽ രാപ്പാർത്തിരിക്കും. അവന്റെ നാസാരന്ധ്രങ്ങളിൽ രാപ്പാർത്തിരിക്കും, അവന്റെ മൂക്കിൽ, തരിമൂക്കിൽ ശൈത്താൻ രാപ്പാർത്തിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കുക, ശൈത്താൻ ഇങ്ങനെ മൂക്കിൽ കയറിയിരിക്കല, അങ്ങനെ ശൈത്താൻ ഇങ്ങനെ മൂക്കിൽ കയറിയിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ നിഷേധിക്കാനും വയ്യ. അപ്പൊ പിന്നെ അതിന് വ്യാഖ്യാനം കൊടുത്തു പലരും. നേരത്തെ പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ കൊടുത്ത അർത്ഥം എന്താ? ഇത് കൊടുത്തിട്ട് അദ്ദേഹം പറയാണ്, മണ്ണിന്റെ തരികളും പൊടിയും രോഗാണുക്കളും മറ്റുമാണ് ഇവിടെ വിവക്ഷ. കേട്ടോ, മൂക്കിലുണ്ടാകുന്ന ആ മുകളിലുണ്ടാകുന്ന മണ്ണ്, പൊടി, തരി പോലെയുള്ള രോഗാണുക്കളും മറ്റുമാണ് ഇവിടെ വിവക്ഷ. എന്നിട്ട് പറയൊരു കളിയാക്കലും, കൂട്ടത്തിലൊരു കളിയാക്കലും, അദൃശ്യ ശക്തിയായ പിശാച് വെള്ളം കയറ്റി ചീറ്റിയത് കൊണ്ട് പുറത്തു പോകൂല. അദൃശ്യ ശക്തിയായ പിശാച് വെള്ളം കയറ്റി ചീറ്റിയത് കൊണ്ട് പുറത്തു പോകൂല. സഹോദരന്മാരെ, ഇത് ആരോടാ പറയേണ്ടത്? ആരെയാണിത് പഠിപ്പിക്കേണ്ടത്? അപ്പൊ പലർക്കും ശൈത്താൻ എന്ന് കേൾക്കുമ്പോ പിശാച് എന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെയാണോ അതിനെ ഉദ്ദേശിച്ചത്? ആ രൂപത്തിൽ തന്നെ മുൻഗാമികൾ വ്യാഖ്യാനിച്ചു. ആ നിലക്കത് മനസ്സിലാക്കാൻ പലർക്കും കഴിയാതെ പോകുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ മൂക്കിൽ വെള്ളം കയറ്റി നന്നായി 3 പ്രാവശ്യം നല്ലോണം ശക്തിയിലാണ് ചീറ്റണം. എന്താ കാരണം? പൈശാചികമായ എല്ലാം അവന്റെ മൂക്കിൽ നിന്ന് പുറത്തു പോകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർദ്ദേശിച്ചു. നമ്മൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലുണ്ട്, പക്ഷെ ഈ ഉദ്ദേശം നമുക്ക് വരാറുണ്ടോ? ഇത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് രാവിലെ നാം പ്രത്യേകമായി നാം അത് ചിന്തിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊക്കെ അടങ്ങിയിട്ടുള്ള യുക്തികൾ എന്തൊക്കെയാണ്?
അല്ലാഹു റബ്ബുൽ ആലമീനിന് മാത്രമേ അറിയൂ. നമുക്ക് ചിലത് മനസ്സിലായില്ല എന്നുള്ള നിലക്ക്, നമുക്ക് മനസ്സിലാകുന്ന നിലക്ക് മാത്രം നമ്മളാണ് വ്യാഖ്യാനിക്കുക, അല്ലാത്തതൊന്നും പറ്റൂല എന്നൊരു നിലപാട് ഒരു ശരിയായ സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടായിക്കൂടാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അവിടുന്ന് ഉളൂഇന്റെ മുമ്പായി തന്നെ അവിടുന്ന് എന്തു ചെയ്യും? യശൂസു ഫാഹു ബിസ്സിവാക്. അതെ, അവിടുന്ന് എഴുന്നേറ്റാൽ തഹജ്ജുദിന് വേണ്ടി രാത്രി എഴുന്നേൽക്കുമ്പോൾ യശൂസു ഫാഹു ബിസ്സിവാകി, ദന്തശുദ്ധീകരണം വരുത്തുന്നു. അവിടുന്ന് വായ മിസ്വാക്ക് കൊണ്ട് നന്നായി ശുദ്ധീകരിക്കാറുണ്ട്. അപ്പൊ ഉളൂഇന്റെ മുന്നോടിയായി നാം ശരിക്കും മിസ്വാക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്നതല്ലേ, അതിപ്പോ എന്താ അത്ര പറയുള്ളത്? ഇതൊരു സൽക്കർമ്മമാണ് എന്നാ പറയുന്നത്. ഒരു മുസ്ലിം ബ്രഷ് ചെയ്യുമ്പോ മറ്റുള്ളവരെ ബ്രഷ് ചെയ്യും പോലെ അല്ല, നമുക്കതിലൊരു ഉദ്ദേശമുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ അവരോട് 5 നേരവും ഉളൂഇന്റെ മുമ്പായി നിങ്ങൾ മിസ്വാക്ക് ചെയ്യണമെന്ന് നിർബന്ധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ നിർബന്ധമല്ല. എന്നാൽ ഉളൂഇന്റെ മുമ്പേ നാം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് സിവാക്ക് ഉപയോഗിക്കുക എന്നത്, ദന്തശുദ്ധി വരുത്തുക. ധാരാളം ഹദീസുകളിൽ ദന്തശുദ്ധിയുടെ പ്രാധാന്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഡെന്റിസ്റ്റുകളായ ആളുകൾ നമ്മളോട് പറഞ്ഞ നമ്മൾ പല്ല് തേക്കും, അല്ലേ? അവിടെ കറണ്ട്, ഇവിടെ പൊത്തുണ്ട്, ഇവിടെ പോടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല്ല് തേക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഡെന്റിസ്റ്റ് പറഞ്ഞിട്ട് പല്ല് തേച്ചാൽ നമുക്ക് കൂലിയൊന്നും കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം മിസ്വാക്ക് ചെയ്യുമ്പോ നമുക്കതിന് വലിയ പുണ്യമാണ് ലഭിക്കാനുള്ളത്. വായക്കത് ശുദ്ധീകരണം നൽകുന്നു. അള്ളാഹുവിനത് വളരെയേറെ തൃപ്തിയുണ്ടാക്കുന്ന കാര്യവുമാണ് എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, എന്ത് മനസ്സിലാക്കണം? രാത്രിയിൽ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ പ്രഭാതത്തിലെ ഈ ചര്യകളൊക്കെ ആരംഭിക്കുമ്പോ നാം ഈ രൂപത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായ ഒരു ഉദ്ദേശശുദ്ധി വേണം. എപ്പോഴും മിസ്വാക്ക് ചെയ്യും, അതുപോലെയായ കൂലി കിട്ടൂല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചൊരു സുന്നത്താണ്. ഇതുകൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്ന് എനിക്കൊരു നന്മ രേഖപ്പെടുത്തപ്പെടും എന്ന ഉദ്ദേശം നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ട് പല്ല് തേക്കുമ്പോഴാണ്, ദന്തശുദ്ധി വരുത്തുമ്പോഴാണ്, വായ വൃത്തിയാക്കുമ്പോഴാണ് നമുക്ക് പുണ്യം കൊണ്ട് ഒരു ദിവസം ആരംഭിക്കുവാൻ സാധിക്കുന്നത്, സൽക്കർമ്മം കൊണ്ട് ഒരു ദിവസം ആരംഭിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉളുവെടുക്കുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൂർണ്ണമായി ഉളുവെടുക്കണം. ഏതവസരത്തിൽ ഉളു ചെയ്യുകയാണെങ്കിലും പൂർണ്ണമായി ഉളു ചെയ്യണം. ഉളു ചെയ്യുന്നതിന്റെ മുന്നോടിയായി ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ബിസ്മില്ലാഹ്. ബിസ്മില്ലാ എന്ന് മാത്രമേ ഉളു ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അത് മാത്രമേ ചൊല്ലേണ്ടതുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുമില്ല, ബിസ്മില്ലാഹ്. അത് പറഞ്ഞുകൊണ്ട് ഉളു ആരംഭിക്കുക. പിന്നീട് ചില ആളുകൾ വിചാരിച്ചത് ഓരോ അവയവങ്ങളും കഴുകുമ്പോ ഇങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നിങ്ങനെ പറഞ്ഞ് അൽഹംദുലില്ലാഹി അല്ലദീ ജഅലൽ മാ തഹൂറ എന്നൊക്കെ പറഞ്ഞ് പല പ്രാർത്ഥനകളും പണ്ട് പലരും പ്രാഥമിക പാഠശാലകളിൽ വെച്ച് പഠിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഉളൂഇന്റെ പ്രാർത്ഥനയായിക്കൊണ്ട് കേവലം ബിസ്മി ചൊല്ലുക എന്നതല്ലാതെ ഉളൂ തീരുവോളം പിന്നെ നമുക്ക് ഒരൊറ്റ പ്രാർത്ഥനയും സുന്നത്തില്ല, ഒരു ദിക്റും സുന്നത്തില്ല. ചില കിതാബുകളിലൊക്കെ മുഖം കഴുകുന്ന അവസരത്തിൽ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി, അല്ലാഹുവേ എന്റെ മുഖത്തെ നീ വെളുപ്പിക്കണേ. ഏത് ദിവസം? യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്, ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുത്തിരുണ്ടുകൊണ്ട് പ്രയാസപ്പെടുകയും ചെയ്യുന്ന പരലോക നാളിൽ നീ എന്റെ മുഖത്തെ വെളുപ്പിക്കണേ, ശോഭയുള്ളതാക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ, ദിക്റുകൾ ചില പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ സഹോദരന്മാരെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അത്തരത്തിലുള്ള പ്രാർത്ഥനകളൊന്നും വന്നിട്ടില്ല. ഓരോ അവയവങ്ങൾ കഴുകുന്ന നേരത്ത് ഇന്ന പ്രാർത്ഥനകൾ ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല. കൈ കഴുകുമ്പോ ആ കൈ എന്റെ വലത്തെ കൈയിൽ കിതാബ് തരണേ, വലത് കൈ കഴുകുമ്പോ, ഇടത്തെ കൈ കഴുകുമ്പോ ഇടത്തെ കൈയിൽ കിതാബ് തരരുതേ എന്നിങ്ങനെ ഓരോ അവയവങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ട് ഓരോ പ്രാർത്ഥന ചില കിതാബുകളിലൊക്കെ ചിലരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ലാ അസ്ല ലഹു എന്നാണ് അതിനെ സംബന്ധിച്ച് കാര്യബോധമുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. അങ്ങനെയുള്ള ദുആഉൽ അഅ്ളാ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ചൊല്ലേണ്ട പ്രത്യേക പ്രാർത്ഥനകളായി ചില കിതാബുകളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരരുത്. കാരണം അവക്കൊക്കെ ലാ അസ്ല ലഹു, ഒരടിസ്ഥാനവും ഇല്ല. അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നല്ലതല്ലേ, എന്താ ഒരാൾ കൈ കഴുകുമ്പോ അല്ലാ എന്റെ വലത്തെ കയ്യിൽ കിതാബ് തരണേ, ഇടത്തെ കൈ കഴുകുമ്പോ എന്റെ ഇടത്തെ കയ്യിൽ തരരുതേ. മുഖം കഴുകുമ്പോ നാളെ പരലോകത്ത് കുറെ ആൾക്കാരുടെ മുഖം കറുക്കുകയും കുറെ ആളുകളുടെ മുഖം വെളുക്കുകയും ചെയ്യുന്ന ദിവസം എന്റെ മുഖം നീ വെളുപ്പിക്കണേ അല്ലാ എന്നൊക്കെയാണ് പറഞ്ഞ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴോ? അയാൾ വല്ല തെറ്റാണോ പറഞ്ഞത്? അയാൾ വല്ല ഹറാമാണോ പറഞ്ഞത്? നല്ല കാര്യമല്ലേ അയാൾ പറഞ്ഞത്? പിന്നെ എന്തിനാ ഒരാളൊരു നല്ല ദുആ കേൾക്കുമ്പോ നിങ്ങളെ ഇതിനെ എതിർക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാ പഠിച്ചു വെച്ചോ, എന്താ ദുആക്ക് തകരാറൊന്നുമില്ല, നിങ്ങളെപ്പോഴും വേറെ സമയത്ത് പ്രാർത്ഥിച്ചോ. പക്ഷെ വുളു എടുക്കുന്ന അവസരത്തിൽ അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഓരോ പ്രത്യേകമായ സമയത്ത് പ്രത്യേകമായ ചില ദിക്റുണ്ട്, ദുആയുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്ന ദീനിൽ നമ്മുടെ വകയായി കടത്തിക്കൂട്ടലാണ്. അങ്ങനെ കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് ബിദ്അത്താണ്. ബിദ്അത്തുകളൊക്കെ എത്തിച്ചേരുന്നത് നരകത്തിയിലേക്കാണ്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് തോന്നിയതൊക്കെ നടപ്പിലാക്കാൻ പറ്റൂല. നല്ലൊരു കാര്യല്ലേ, ഉദാഹരണം പറയാം, സ്വലാത്ത് ചൊല്ലല് പുണ്യമുള്ള കാര്യം, എപ്പോഴും ചൊല്ലിക്കൂടെ? അള്ളാന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് ഒരു തവണ ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് 10 ഗുണം ഓഫർ ചെയ്യപ്പെട്ട സൽക്കർമ്മമാണ് സ്വലാത്ത്. എവിടെ വെച്ചും സ്വലാത്തിയല്ല. പക്ഷെ ഒരാൾ പറയണേ എന്ത്, അയാൾ ഇങ്ങനെ നടന്നു പോണ വഴിക്ക് ഒരു പാലം കയറുന്നുണ്ട്, ഒരു ബ്രിഡ്ജ് കയറുകയാണ്. അപ്പൊ അയാൾ പാലം കയറുന്നതിന് മുമ്പ് ഒരു 3 സ്വലാത്ത് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പാലം കയറുന്നതിന് മുമ്പ് ഒരു 3 സ്വലാത്ത്, പാലം ഇറങ്ങിയാൽ ഒരു 4 സ്വലാത്ത് സുന്നത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരാൾ പാലം കയറുന്നതിന് മുമ്പുള്ള സ്വലാത്ത് ശേഷമുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു 3, 4, 7 സ്വലാത്ത് അല്ലേലോ. സ്വലാത്ത് ചൊല്ലി അയാൾ നരകത്തിൽ പോകും. സ്വലാത്ത് ചൊല്ലി അയാൾ നരകത്തിൽ പോകും. എന്താ കാരണം? ഇവിടെ അയാൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകത, ഒരു പ്രത്യേക സമയത്ത് അയാൾ നിശ്ചയിക്കുകയാണ്. അങ്ങനെ മതത്തിൽ ഒരു പുണ്യം, ഒരു എണ്ണം, ഒരു വണ്ണം, ഒരു പ്രത്യേകത, ഒരു ദിക്റിന്റെയും ഒരു ദുആഇന്റെയും ഒരു സ്വലാത്തിന്റെ കാര്യത്തിൽ ഒരാൾക്കും നിശ്ചയിക്കാൻ അധികാരമില്ല. നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ചൊല്ലേണ്ട പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ചില കിതാബുകളിൽ കാണുന്ന പ്രാർത്ഥനയിൽ അർത്ഥത്തിന് തകരാറുണ്ടായത് കൊണ്ടല്ല ചൊല്ലരുതെന്ന് പറയുന്നത്. മറിച്ച് ആ ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഘട്ടങ്ങളിൽ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ നേരത്ത് അതിങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അവൻ കുറ്റക്കാരനാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാര്യബോധമുള്ള പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചില്ല. അവരവരുടെ കിതാബുകളുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, ഹദഫ്തു ദുആ അല്ലാഹ്, ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ഇന്ന പ്രാർത്ഥനകൾ ചൊല്ലണം എന്ന് പറയുന്ന ദുആകളൊക്കെ എന്റെ കിതാബിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. എന്റെ കിതാബിൽ ഞാൻ അതൊന്നും കൊടുത്തിട്ടില്ല. കാരണം എന്താ? ഇത് ലാ അസ്ല ലഹു, അതിനൊന്നും ഒരടിസ്ഥാനമില്ല. ഒരടിസ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ ഒരു കിതാബിലും ഇല്ല എന്നല്ല. എന്താ അസ്ല്? അസ്ല് എന്ന് പറഞ്ഞാൽ കിതാബിൽ വേണം, സുന്നത്തിൽ വേണം. ഏത് കിതാബ്? അള്ളാന്റെ ഖുർആനില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹീഹായ ഹദീസുകളിൽ അതില്ലാത്തത് കൊണ്ട് ഞാനത് എന്റെ കിതാബിൽ ചേർത്തിട്ടില്ല എന്ന് നവവി ഇമാം റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഉളു ചെയ്യുമ്പോൾ പലർക്കുള്ള സംശയമാണ്, ഉളു എടുക്കുമ്പോൾ ദിക്റൊന്നും എനിക്ക് അറിയില്ല. പല ആളുകളുടെയും ധാരണ എന്തൊക്കെയോ ഉളു എടുക്കുമ്പോ, ചിലരൊക്കെ ഉളു എടുക്കുമ്പോൾ ഇങ്ങനെ അഷ് ഇങ്ങനെ കേൾക്കുകയും ചെയ്യാം. അപ്പൊ ആൾക്കാർ ചേർക്കും എന്തോ പറയേണ്ട കാര്യമായിട്ട്, അഷ് പിന്നെ അഷ് ഇങ്ങനെയും കേൾക്കും, ഇങ്ങനെ അഷ് ഇങ്ങനെ കേൾക്കും, കുറെ ഇങ്ങനെ എണ്ണിപ്പൊറുക്കനാണ്. ചില വളവന്മാര് മുഴുവനൊന്നും അറിയില്ലെങ്കിലും അഷ് എന്നവരും പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉളു എടുക്കും. വാസ്തവത്തിൽ അങ്ങനെ ഒരു പ്രത്യേകമായ ദിക്റുകൾ ഉളു എടുക്കുന്ന അവസരത്തിൽ നമുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹ് എന്ന് പറയുക. ഇനിയോ
ഓരോ അവയവങ്ങളും കഴുകുമ്പോ ചൊല്ലേണ്ട കാര്യമല്ല ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് നനയുന്നുണ്ടോ. കൃത്യമായി, വളരെ കൃത്യമായിട്ടാണ് വുളു ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അധികം ആൾക്കാരും എല്ലാവർക്കും തിരക്കാണ്. അതുകൊണ്ട് വുളു ഒന്നും പരിപൂർണമായിട്ട് എടുക്കാൻ ആർക്കും അത്ര നേരല്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പുണ്യം പറയുന്നത് കേട്ടോളൂ. ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിമു അബിൽ മുഅ്മിനു ഫഗസല വജ്ഹഹു ഖറജ മിൻ വജ്ഹിഹി കുല്ല ഖതീഅത്തിൻ നദറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാഇ ഔ മഅ ആഖിരി ഖത്രിൽ മാ. ഒരു അടിമയാ, ഒരു മുസ്ലിമായ അടിമ അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി വുളു ചെയ്യുമ്പോൾ അതേ അവന്റെ മുഖം അവൻ കഴുകുന്നു. അങ്ങനെ മുഖം കഴുകുമ്പോൾ ആ മുഖത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അവന്റെ ഇരു കണ്ണുകൾ കൊണ്ടും അവൻ നോക്കിയിട്ടുള്ള പാപത്തിന്റെ കറകളെല്ലാം ആ വെള്ളത്തോടുകൂടെ ആ മുഖത്തു നിന്ന് വലിച്ചിറങ്ങുന്ന അവസാന തുള്ളിയോടുകൂടെ അവന്റെ മുഖം മുഖേന സംഭവിച്ചിട്ടുള്ള, അവന്റെ കണ്ണുകൾ മുഖേന സംഭവിച്ചിട്ടുള്ള ചെറുദോഷങ്ങൾ അതിലൂടെ ഒലിച്ചിറങ്ങിപ്പോകുന്നു. അതിന് മുഖം പൂർണ്ണമായി കഴുകണം. മുഖം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഇസ്ലാം ഒരളവ് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളെ സൗകര്യത്തിന് കുറച്ച് ഇങ്ങനെ തേക്കലല്ല. മുഖം എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ പരിധി എത്രയാ? നെറ്റിത്തടത്തിൽ മുടി മുളക്കുന്ന സ്ഥാനം മുതൽ കീഴ്ത്താടിയല് വരെ, അതുപോലെ തന്നെ ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ, ഇതാ മുഖത്തിന്റെ അതിര്. അവിടെ കൃത്യമായിട്ട് നനയണം. നമ്മൾ തിരക്ക് പിടിച്ച് ഇങ്ങനെ ഇട്ടൊരക്കും ചില ആളുകൾ, മുഖം ഇങ്ങനെ ഇട്ടൊരക്കും, ഇവിടെ ഒന്നും നനഞ്ഞില്ല, വുളു പൂർണ്ണാവില്ല. പരിപൂർണമായിരിക്കണം വുളു. വജ്ഹ് അത് പൂർണ്ണമായി, മുഖം കൃത്യമായി തന്നെ അവൻ കഴുകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫൈദാ ഗസല യദൈഹി ഖറജ മിൻ യദൈഹി, അവന്റെ ഇരു കൈകളും അവൻ കഴുകുന്ന വേളയിൽ അതേ അവന്റെ കൈകൊണ്ട് അവൻ പിടിച്ചിട്ടുള്ള, അതേ വന്നുപോയിട്ടുള്ള ചെറുദോഷങ്ങളതാ ആ കയ്യിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന അവസാന തുള്ളി വെള്ളത്തിലൂടെ ഒഴുകി ഒലിച്ചു പോകുന്നു. അപ്പൊ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും അത് മുഖേന സംഭവിച്ചിട്ടുള്ള ചെറുദോഷങ്ങൾ എന്ന് പറയാൻ എന്താ കാരണം? വൻപാപങ്ങൾ ഇങ്ങനെ ഉളുകൊണ്ടൊന്നും പോവില്ല. വൻപാപങ്ങൾ ചെയ്തവര് തൗബ തന്നെ ചെയ്യണം. വൻപാപങ്ങൾ, ചെറിയ ദോഷങ്ങളൊക്കെ ഇതേ രൂപത്തിലുള്ള ഇബാദത്തുകൾ മുഖേന അവക്ക് പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുപോലെ തന്നെ ഫൈദാ ഗസല റിജ്ലൈഹി, അതേ കൈ കഴുകുമ്പോൾ മുട്ടുൾപ്പെടെ കൃത്യമായി, അത് ഓരോന്നും വിശദീകരിക്കേണ്ടതില്ല, കൃത്യമായി കൈ കഴുകണം. അതുപോലെ തന്നെ കാല് കഴുകുമ്പോൾ ആ കാല് മുഖേന അവൻ നടന്നുപോയ ചെറുദോഷങ്ങൾ അത് മുഖേന അല്ലാഹു റബ്ബുൽ ആലമീൻ അവനിൽ നിന്നതാ പുറത്തു കൊടുക്കുന്നു. ആ വെള്ളത്തിന്റെ അവസാന തുള്ളിയോടൊപ്പം അതൊഴുകി ഒലിച്ചു പോകുന്നു. അങ്ങനെ ഹത്താ യഖ്റുജ നഖിയ്യം മിനദ്ദുനൂബി, പാപങ്ങളിൽ നിന്ന് പരിശുദ്ധനായിക്കൊണ്ടാണ് വുളൂഇൽ നിന്നവൻ പുറത്തു കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു വുളൂ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറിയ ദോഷങ്ങൾക്കൊരു പരിഹാരം കൂടിയാണ്. ഉളുവെടുക്കുന്ന വെള്ളത്തിലൂടെ പാപക്കറകൾ ഒലിച്ചു നീങ്ങുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ തവല്ലഅ, ആരെങ്കിലും വുളൂ ചെയ്യുകയും ഫഅഹ്സനൽ വുളൂഅ, വുളൂ വളരെ നന്നായി നിർവഹിക്കുകയും ചെയ്താൽ, വുളൂഇനെ നന്നാക്കിയാൽ, അവിടെയൊക്കെ ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇത് പറയുന്നുണ്ട്. വുളൂ നന്നാക്കണം, വുളൂ പൂർണ്ണമായി എടുക്കണം. ആ നിലക്ക് ചെയ്താൽ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് അതാ അവന്റെ നഖത്തിനടിയിലൂടെ അവന്റെ പാപങ്ങൾ അതാ പുറത്തു പോവുകയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സഹോദരന്മാരെ, ഒരൊറ്റ വുളൂ മുഖേന തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു മഹത്തായ വലിയ പുണ്യമാണ് വുളൂ എന്ന സൽക്കർമ്മത്തിലൂടെ നമ്മുടെ ചെറിയ ദോഷങ്ങൾക്കത് പരിഹാരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രല്ല, വുളൂ എടുത്തു കഴിഞ്ഞാൽ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുബ്ലിഗു ഔ ഫയുസ്ബിഗുൽ വുളൂഅ സുമ്മ യഖൂലു
അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതൊക്കെ നമ്മളെല്ലാവരും അറിയുന്ന കാര്യമാണ്. പക്ഷെ എത്ര ആൾ നിർവഹിക്കാറുണ്ട് എന്ന് സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കുക. മാ മിൻകും മിൻ അഹദിൻ യതവല്ലൗ, നിങ്ങളിൽ ഒരാളതാ വുളൂ ചെയ്യുന്നു, അതേ അവൻ പൂർണ്ണമായി വുളൂ ചെയ്യുന്നു. ഔ ഫയുസ്ബിഗുൽ വുളൂഅ, വുളൂഇനെ അവൻ പൂർണ്ണമായും നിർവഹിക്കുന്നു. വുളൂ പൂർണ്ണമായി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നനയേണ്ടതൊക്കെ നനയണം. ഒരു നഖപ്പാടോളം പോലും നനയാതെ പോയാൽ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മടമ്പകാല് കഴുകുമ്പോ സൂക്ഷിക്കാതെ ഒരു നഖപ്പാടോളം വെള്ളം നനയാത്ത ഭാഗം കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ. 3 തവണ അത് ആവർത്തിച്ചു. മടമ്പ് കാലുകൾ സൂക്ഷിച്ച് കഴുകാത്തവർക്ക് നരകം, 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 നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളിങ്ങനെ കഴുകിയോ, വെള്ളമായോ, പൂർത്തിയായി വിരലുകൾക്കിടയിൽ വന്നോ, അതുപോലെ തന്നെ കാലിന്റെ വിരലുകൾക്കിടയിൽ നനഞ്ഞോ, കാലുകൊണ്ട് കൈ കൊണ്ട് നമ്മുടെ കാലിന്റെ ഭാഗമൊക്കെ തേച്ച് കഴുകി വിരലുകൾക്കിടയിലൊക്കെ വിരലുകളിട്ട് വെള്ളം എല്ലായിടത്തും എത്തിയോ എന്ന് ഉറപ്പുവരുത്തണം. അതിനായിരിക്കാ സമയം? പൈപ്പിന്റെ വീട്ടിൽ ഒന്നിങ്ങനെ കാണിച്ചാണ് പോലല്ലേ, തിരക്കല്ല നമുക്ക്. ഇബാദത്തിന് പോകുമ്പോ എന്താ അത്രയ്ക്കാണ് നോക്കാണ്ടോ. ഒരു നഖപ്പാടോളം ഒഴിവായതിനാ പ്രവാചകൻ പറയുന്നത്. ഇതെന്താ അതിന്റെ പ്രത്യേകത എന്നറിയോ? ഈ ഉളൂയിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് മിഫ്താഹു സ്വലാത്തി അത്തഹൂർ എന്നാണ്. നിസ്കാരത്തിന്റെ ചാവിയാണ് ഉളൂ, ശുദ്ധീകരണം. ഒരു സാധനം ചാവിട്ട് തുറക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ അതിന്റെ കൊളുത്തൊക്കെ അയിമ വേണം കൃത്യമായിട്ട്. നമ്മളൊരു ചാവി നോക്കിയ ചാവിക്കടയിൽ പോയിട്ട് ഒരു ചാവി ഇങ്ങനെ നോക്കിയാൽ എല്ലാ ഡോറും ഇതുകൊണ്ട് തുറക്കാൻ പറ്റുന്ന നമ്മളെ ധാരണ. നമ്മളൊരു ഫ്ലാറ്റില് ഒരുപാട് റൂം, ചാവി കണ്ടൊക്കെ ഒരേ മാതിരി ഉണ്ടാവും. എന്നാൽ നമ്മളുടെ ഡോറിനെ തുറക്കാൻ നിശ്ചയിക്കപ്പെട്ട ചാവി തൊട്ട് തന്നെ നമ്മുടെ ഡോർ തുറയുള്ളൂ. കാഴ്ചക്ക് ഒരേപോലെ മറ്റൊരുത്തന്റെ ഫ്ലാറ്റ് പോയി തുറന്നു നോക്കാൻ പറ്റുമോ? അത് തുറയോ? ഇല്ല, കാഴ്ചക്ക് ഒരേപോലെ. അപ്പൊ എന്താ, ഓരോന്നിനും കൃത്യമായിട്ട് അതിന്റെ കൊത, അതിന്റെ അളവില് കട്ടിങ്ങും അതുപോലെ തന്നെ അതിന്റെ വളവും ചെരിവൊക്കെ ഉണ്ടാവും. അങ്ങനെ കൃത്യമായിട്ടുണ്ടെങ്കിൽ ആ ഡോറാണ് തുറയുള്ളൂ. നിസ്കാരത്തിന്റെ ചാവിയാണ്. നിസ്കാരം തുറക്കണം എന്നുണ്ടെങ്കിൽ, അതിലേക്കാൾ പ്രവേശനം കിട്ടണമെങ്കിൽ വുദുആണ് ശരിയാവണം. അത് ശരിയാവാതെ വെറുതെ പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതുകൊണ്ട് നിസ്കാരത്തിലേക്ക് കടക്കാൻ കഴിയൂല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെയാണ് നാം വുദു ചെയ്യേണ്ടത്. അങ്ങനെ വുദു ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സുമ്മ യഖൂലു, പിന്നെ അവൻ പറയണം, ഇത് പഠിക്കണം, ഇതൽപ്പം ചൊല്ലാനുണ്ട്. അതെന്താ? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അത്രയെങ്കിലും മിനിമം പറയണം. വുദു എടുത്തു കഴിഞ്ഞാൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻ ഒരു പങ്കാളിയുമില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദൻ, നിശ്ചയം അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അബ്ദുഹു, അല്ലാഹുവിന്റെ അടിമയാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തൗഹീദിന്റെ പ്രഖ്യാപനം, സത്യസാക്ഷ്യവചനം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം വുദു എടുത്തു കഴിഞ്ഞാൽ, ഇത്രയെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ അവന്റെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെടും. നാളെ മഹ്ശറിൽ, പരലോകത്ത് അവന് സ്വർഗം 8 കവാടാണ് സ്വർഗത്തിനുള്ളത്. സ്വർഗത്തിന് 8 കവാടവും നരകത്തിന് 7 കവാടവുമാണെന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ 8 കവാടമാണ് എന്ന് സ്വർഗത്തെപ്പറ്റി നമ്മൾ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ ആ 8 കവാടങ്ങളും അവന്റെ മുമ്പിൽ തുറക്കുന്നു. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, ഏതിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാം. ഇത്രയും ഒരു പുണ്യമുള്ള സംഗതിയാണ് വുദു എടുത്തു കഴിഞ്ഞാലുള്ള ഈ ദിക്ർ. ഇതിന് അല്പം സുദീർഘമായൊരു ഭാഗമുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നതിന്റെ ശേഷം
അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. അല്ലാഹുവേ, നീ എന്നെ പശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ. വജഅൽനി മിനൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലും ശുദ്ധി പാലിക്കുന്നവരുടെ കൂട്ടത്തിലും നീ എന്നെ ഉൾപ്പെടുത്തേണമേ എന്നുകൂടി അതിന്റെ ബാക്കി ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇത്രയെങ്കിലും പറയേണ്ടതുണ്ട്. ഇതിന് വലിയ പുണ്യമുണ്ട്. സ്വന്തത്തോട് ചോദിക്കുക, നമ്മൾ എങ്ങനെ ഉള്ളു എടുത്തു കഴിഞ്ഞാൽ പറയാറുണ്ടോ? ഇതിനെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാണോ? ഇത് നമ്മൾ ജീവിതത്തിൽ പാലിക്കാറുണ്ടോ? ഒരു ഇൽമ ഉപകരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്നറിയോ? അതനുസരിച്ച് അമൽ ചെയ്യുമ്പോഴാ. അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്. ഉപകാരമില്ലാത്ത അറിവുകൊണ്ടൊരു കാര്യമല്ല. പഠിച്ചിട്ടുണ്ട്, ഒക്കെ അറിയാം, ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ ഇപ്പൊ എത്ര പറയണ്ടോ? നമ്മൾ 2ാം ക്ലാസ് പഠിച്ചാ അതൊക്കെ ഇതൊക്കെ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ് അങ്ങനെയൊക്കെ ചിലക്ക് ചിലപ്പോൾ തോന്നും, ഇതൊക്കെ ആർക്കാപ്പത് അറിയത്ത്. ഉളു അത്രേ, ഉളു എടുക്കേണ്ട രൂപ അത്രേ, ഉളുവിന്റെ മുമ്പ് വിസ്മി അല്ലണം പോലും, ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പോലും ആർക്കാ അറിയാത്ത? അറിയായ്മയല്ല സഹോദര, പ്രവൃത്തി പദത്തിലില്ല. അതുകൊണ്ട് അറിഞ്ഞവന് ഒരു കാര്യം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവനും അറിയാത്തവനും തുല്യനാണ്, ജാഹിലാണവൻ. ആലിമാണെങ്കിലും അവൻ ജാഹിലാണ്. പ്രവൃത്തി പദത്തിലില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മൾ ഉളു എടുക്കുമ്പോഴൊക്കെ ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. അപ്പോ ഉളുവിന്റെ ശേഷം നമുക്ക് ഈ ഒരു പ്രാർത്ഥന, അതല്ലെങ്കിൽ ഈ ഒരു ദിക്ർ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ദിവസത്തിൽ നാം അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യവും വലിയ പ്രാധാന്യവും പ്രത്യേകതയും നമുക്കിതിലൂടെ ലഭിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള എന്തൊക്കെ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ജീവിതത്തിൽ അറിയുക മാത്രമല്ല പ്രയോഗരംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഓരോ ദിവസങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ വളരെയേറെ പുണ്യം ലഭിക്കുന്ന ദിവസങ്ങളായി തീരുവാൻ പരിശ്രമിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. സർവശക്തനായ നാഥൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന സൽസരണിയിലൂടെ മുന്നോട്ട് പോകുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രയാസകരമായ മറ്റു പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിലും ഈമാനോടുകൂടെയുള്ള അന്ത്യം റബ്ബു നമുക്ക് വിധിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പരലോകം അള്ളാഹു ശാന്തിയും സമാധാനവും നിറഞ്ഞതാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.